ചില എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ ലാസറിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത്. ലാസറിന്റെ രോഗത്തെ കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇപ്പോൾ ലാസർ രോഗബാധിതനായെന്ന് കേൾക്കുമ്പോൾ ലാസറിന്റെ സഹോദരിമാര് ഈശോയുടെ അടുത്തേക്ക് ആളുകളെ അയക്കുകയാണ്. എന്നിട്ട് ഈശോയോട് പറയുകയാണ്, നീ സ്നേഹിക്കുന്നവൻ ഇതെവിടെ രോഗബാധിതനായി കിടക്കും എന്ന് പറഞ്ഞാൽ ലാസർ ഈശോയുടെ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഒരു സുഹൃത്ത് ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ട്, ആപത്തിൽ സഹായിക്കാനായിട്ട്, അല്ലെ നമ്മുടെ ഒരു ആപത്തില് ഒരു അത്യാവശ്യത്തിൽ നമ്മളെ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ ഇവിടെ പറയുകയാണ്, ഈശോയുടെ സുഹൃത്തായിരുന്ന ലാസർ രോഗബാധിതനായെന്ന് കേട്ടിട്ടും ഈശോ അദ്ദേഹത്തെ സന്ദർശിക്കാനൊന്നും പോകുന്നില്ല, അല്ലെ, ചെന്ന് അവിടെ ഉടനടി ചെന്നൊരു അത്ഭുതം പ്രവർത്തിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഈശോ അവിടെ തന്നെ നിൽക്കുകയാണ്, സഹായിക്കാനായിട്ട് പോകുന്നില്ല. പിന്നീട് നമ്മൾ ഈ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഈശോയ്ക്ക് കൃത്യമായിട്ടൊരു പദ്ധതി ഉണ്ടായിരുന്നു, അല്ല, അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ കുറിച്ച് ഈശോയ്ക്ക് കൃത്യമായിട്ടുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇപ്രകാരമാണ്. അതായത് ദൈവത്തെ ഒരു നല്ല സുഹൃത്ത് എന്ന നിലയിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ സ്നേഹിച്ചിട്ടും ഞാൻ ചില കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെ ആവശ്യപ്പെടുമ്പോൾ ഞാൻ ചോദിക്കുന്ന സമയത്ത് ഈശോ അത് നടത്തി തരുന്നില്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ളതിനേക്കാളും മനോഹരമായ പദ്ധതി ഈശോയുടെ മനസ്സിലുണ്ട് എന്ന് നമ്മൾ കരുതാം. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഓൾറെഡി നിറവേറിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ഇത്തരം ഒരു പ്രത്യാശയോടെ മുന്നോട്ട് പോകാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.